നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോകുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻ ആണ്. 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം കളയണ്ട. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, എ മന്ത്ലി ബഡ്ജറ്റ് ക്യാൻ ഹെൽപ്പ് യു അച്ചീവ് എ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ബൈ. ഫസ്റ്റ് ഓപ്ഷൻ, the helping you choose a stock that are the most likely to increase in price. Second option, the reducing the likelihood that you will face an unexpected expenditure for maintenance and repairs. Third one, the expanding the borrowings limit or your existing credit cards and increasing the number of credit cards you hold. Next one, the fourth option, increasing your financial awareness and helping you allocate your fund more effectively. സോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ മന്ത്ലി ബഡ്ജറ്റ്, പേഴ്സണൽ ഫിനാൻസിലെ ബഡ്ജറ്റ്, പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നമ്മൾ കണ്ടു, ബഡ്ജറ്റ് പ്രിപ്പയർ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അങ്ങനെ നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? സോ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ, ദ ഇൻക്രീസിംഗ് യുവർ ഫിനാൻഷ്യൽ അവേർനെസ് ആൻഡ് ഹെൽപ്പിംഗ് യു അലോക്കേറ്റ് യുവർ ഫണ്ട് മോർ എഫക്റ്റീവ്ലി. അല്ലെ, അപ്പൊ മന്ത്ലി ബഡ്ജറ്റ് ക്യാൻ ഹെൽപ്പ് യു അച്ചീവ് യുവർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ബൈ ഇൻക്രീസിംഗ് യുവർ ഫിനാൻഷ്യൽ അവയർനെസ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഹെൽപ്പ് യു അലോക്കേറ്റ് യുവർ ഫണ്ട് മോർ എഫക്റ്റീവ്ലി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെയാണ് പറയുമ്പോഴത്തേക്ക് എന്താണ് പേഴ്സണൽ ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മളൊന്ന് നോക്കണം. Put you in control your money and ensure it is being used to meet your needs and achieve your goals. അപ്പൊ നമ്മൾ എന്താണ് ഫിനാൻസിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ നീഡ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഗോളിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. The show you where your money is going and reduce the wasteful spending. എവിടെയാണ് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ പോകുന്നത്? പൈസ കിട്ടുന്നു, 2 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ പൈസയൊക്കെ തീർന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഷോ വെയർ യുവർ മണി ഈസ് ഗോയിങ്, എവിടെയാണ് എന്റെ പൈസ പോകുന്നത് നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് റെഡ്യൂസ് ദ വേസ്റ്റ്ഫുൾ സ്പെൻഡിങ്. അനാവശ്യമായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള സ്പെൻഡിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ. Improve your ability to pay all of your bill and not run out of money during the month. നമ്മുടെ എല്ലാ ഡ്യൂസും എല്ലാ ബില്ലുകളും എല്ലാ പേയ്മെന്റുകളും ഈസി ആയിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഫ്രീ ഓഫ് മണി ടു പേ ഡൗൺ ഡെപ്റ്റ്. നമുക്ക് ഡെപ്റ്റ് ഉണ്ടാകാറുണ്ട്, സാധാരണക്കാരെ സംബന്ധിച്ചോളം എല്ലാവർക്കും ഡെപ്റ്റ് ഉണ്ടാവും. ആ ഡെപ്റ്റ് കറക്റ്റ് ആയിട്ട് റീപേ ചെയ്തുകൊണ്ട് എന്റെ ഡെപ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നു. ഇൻക്രീസിംഗ് യുവർ ഫിനാൻഷ്യൽ അവയർനെസ് ആൻഡ് ഹെൽപ്പിംഗ് യു അലോക്കേറ്റ് യുവർ ഫണ്ട് മോർ എഫക്റ്റീവ്ലി. നമ്മുടെ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇൻക്രീസിംഗ് യുവർ ഫിനാൻഷ്യൽ അവയർനെസ്, നമ്മുടെ ഫിനാൻഷ്യൽ അവയർനെസ് കൂട്ടാനും അതുവഴി നമുക്ക് എന്താണ് നമ്മുടെ ഫണ്ടിനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു. സേവ് ഫോർ തിങ് യു റിയലി വാണ്ട്. നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ ഗോളിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എന്റെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്റെ ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിഡ്യൂസ് സ്ട്രെസ് ആൻഡ് ബിൽഡ് എ കോൺഫിഡൻസ്. എന്റെ സ്ട്രെസ് ഒഴിവാക്കാനും എന്റെ ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ബെറ്റർ പ്രിപ്പയർ ഫോർ എമർജൻസീസ്. എമർജൻസീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എനിക്ക് എന്താണ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു പേഴ്സണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന കുറച്ച് ബെനിഫിറ്റ്സുകളാണ്, ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരുന്നു, ഇൻക്രീസിംഗ് യുവർ ഫിനാൻഷ്യൽ അവയർനെസ് ആൻഡ് ഹെൽപ്പ് യു അലോക്കേറ്റ് യുവർ ഫണ്ട് മോർ എഫക്റ്റീവ്ലി. അങ്ങനെയാണ് 2ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. 2ാമത്തെ ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഏറ്റവും പ്രൂഡന്റ് ആയിട്ട് യൂസ് ചെയ്താൽ എന്താണ്, ഫസ്റ്റ് വൺ, യു ഷുഡ് മേക്ക് ഓൺലി ദ മിനിമം പേയ്മെന്റ് ഈച്ച് മന്ത്. എല്ലാ മാസവും മിനിമം പേയ്മെന്റ് കൊടുക്കുക. പേ ഇൻ ബാലൻസ് ഇൻ ഫുൾ ഈച്ച് മന്ത്. നമുക്ക് ഡ്യൂസ് എത്രയാണോ അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, പേ ചെയ്യുക. പേ ഓൺലി ദ ഇൻട്രസ്റ്റ് ഓൺ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന് ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കുക. ഗ്രാജുവലി എക്സ്പാൻഡ് ദ എമൗണ്ട് ബോറോ ടു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്. ദെൻ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ ബോറോ ചെയ്യാവുന്ന ലിമിറ്റ് ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ
മിനിമം പേയ്മെന്റ് കൊടുക്കണം. നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് എല്ലാ മാസവും എന്താണ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ഡ്യൂ ആകുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് മിനിമം എമൗണ്ട് കൊടുക്കാം. 20,000 രൂപയാണ് നമുക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലായിട്ട് വന്നിരിക്കുന്നത്. 3 ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഡ്യൂ ഡേറ്റില് അല്ലെ എമൗണ്ട് പേ ചെയ്ത ഡേറ്റില് ഒന്നെങ്കിൽ മിനിമം എമൗണ്ട് ഒരു 3,500 അടച്ചേക്കുക, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് 20,000 പേ ചെയ്തേക്കുക, അല്ലെങ്കിൽ കസ്റ്റം ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടച്ചു കൊടുക്കുക. പക്ഷെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വളരെ ഫ്ലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് എ ക്രെഡിറ്റ് കാർഡ് ഫ്ലുവന്റ്ലി, യു ഷുഡ് ആൻസർ എന്തായിരിക്കും? യു ഷുഡ് പേ ദ ബാലൻസ് ഇൻ ഫുൾ ഈച്ച് മന്ത്. എല്ലാ മാസവും എന്താണ് അതിന്റെ ഡ്യൂസ് ഫുൾ ആയിട്ട് ഞാൻ പേ ചെയ്ത് തീർക്കും. അങ്ങനെയാണ് നിങ്ങൾ ക്രെഡിറ്റ് വൃത്തിയാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓപ്ഷൻ മറക്കരുത്, പേ ദ ബാലൻസ് ഇൻ ഫുൾ ഈച്ച് മന്ത്. എല്ലാ മാസവും ഫുൾ ഡ്യൂസും നമ്മൾ പേ ചെയ്ത് തീർക്കുക. യെസ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? The paying bill on time is essential for maintaining and improving ക്രെഡിറ്റ് സ്കോർ. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്താണ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, ക്രെഡിറ്റ് സ്കോറിനകത്ത് നമുക്ക് എന്താണ് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ടൈം ആയിരിക്കണം പേയ്മെന്റുകളെല്ലാം. അത് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഡ്യൂസും നമ്മൾ എന്താണ് ഓൺ ടൈമിൽ പേ ചെയ്യുക. The timely payment of credit card, loans and other financial obligation that constitute the largest factor influence credit score, reflecting an individual financial responsibility and reliability. അപ്പം ക്രെഡിറ്റ് കാർഡിന്റെ മാത്രമല്ല, ലോൺ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ഇതെല്ലാം നമ്മൾ ഓൺ ടൈമിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ഹയർ റേറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ട് ഫിനാൻസിനെ മാനേജ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. റെഗുലർ ഓൺ ടൈം പേയ്മെന്റ് ഡെമോൺസ്ട്രേറ്റ് ദ lenders that the borrower is low risk, which can lead to more favorable borrowing terms such as the lower interest rate and the higher credit limit. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ മന്ത്ലി ബഡ്ജറ്റ് ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ദാറ്റ് വിൽ ഹെൽപ്പ് യു. മന്ത്ലി ബഡ്ജറ്റ് ഒരു എഫക്റ്റീവ് ടൂൾ ആണ്. അത് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു, സ്പെൻഡ് എ ലാർജ് ഷെയർ ഓഫ് യുവർ ഏർണിംഗ്സ് നൗ. സെക്കൻഡ് ഓപ്ഷൻ, മാനേജ് യുവർ സ്പെൻഡിങ് ആൻഡ് സേവ് ഫോർ ഫ്യൂച്ചർ ഇൻ ഓർഡർ ടു അക്യുമുലേറ്റ് ദ വെൽത്ത്. നമ്മുടെ സ്പെൻഡിങ്ങിനെ നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മൾ സേവിങ്സ് കൊണ്ടുവന്ന് അത് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ വെൽത്ത് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കീപ് യുവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബൈ പർച്ചേസിംഗ് എ ന്യൂ every 2 or 3 years. Stock likely to increase in the value. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. മന്ത്ലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ മന്ത്ലി ബഡ്ജറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ദാറ്റ് വിൽ ഹെൽപ്പ് യു. മന്ത്ലി ബഡ്ജറ്റ് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, ദ മാനേജ് യുവർ സ്പെൻഡിങ് ആൻഡ് സേവിങ്സ് ഫോർ ഫ്യൂച്ചർ ഇൻ ഓർഡർ ടു അക്യുമുലേറ്റ് വെൽത്ത്. നമ്മുടെ സ്പെൻഡിങ്സിനെ സേവിങ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ വെൽത്ത് ക്രിയേഷൻ പോസിബിൾ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. അപ്പൊ പേഴ്സണൽ ഫിനാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിനകത്ത് എന്താണ് വെൽത്ത് ക്രിയേഷൻ നമുക്ക് പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് എന്താണ് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നമുക്ക് പോസിബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് എ ബഡ്ജറ്റ്? ബഡ്ജറ്റിന്റെ പ്രൈമറി ബെനിഫിറ്റ് എന്താ? സ്പെൻഡ് മോർ. കൂടുതൽ ചെലവാക്കാൻ വേണ്ടിയാണോ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല കൂടുതൽ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയാണോ? അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണോ? അതോ നമ്മുടെ ട്രാക്ക് സ്പെൻഡിങ്, നമ്മുടെ എക്സ്പെൻസുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈമറി ബെനിഫിറ്റ് എന്താണ്? ട്രാക്ക് സ്പെൻഡിങ്. നമ്മുടെ സ്പെൻഡിങ്ങിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെ? അവിടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു സാലറിഡ് പേഴ്സൺ ആണ്, അയാൾക്ക് സാലറി വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സോ അതിൽ വലിയ ഇൻക്രീസ് ഒന്നും ഉടനെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് കൂടുതലായിട്ട് എന്താണ് ഒന്നും ചെയ്യാനായിട്ടില്ല. പിന്നെ നമുക്ക് എന്താണ് ഈ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിനകത്തും സേവ് ചെയ്യുന്ന കാര്യത്തിനകത്തും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കാര്യത്തിനകത്തും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് ബഡ്ജറ്റ് ഈസ് ട്രാക്ക് സ്പെൻഡിങ്. നമ്മുടെ സ്പെൻഡിങ് ഒന്ന് ട്രാക്ക് ചെയ്യുക. എവിടേക്കാണ് എന്റെ പേയ്മെന്റുകൾ പോകുന്നത്? നെസസറി ആണോ അൺനെസസറി പേയ്മെന്റുകളാണോ? വേസ്റ്റേജ് ഉണ്ടോ? ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ബാലൻസ് കാണും. ഈ പൈസക്ക് വേണമെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും സാധനത്തിലോട്ട് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ട്രാക്ക് സ്പെൻഡിങ് ആണ്.
അല്ലെ, the primary benefit of the budget is to track spending. It allows the individual to see where their money goes each month. ഓരോ മാസവും എന്റെ പൈസ എങ്ങോട്ട് പോകുന്നു, which help in identifying unnecessary expense and optimizing financial habits. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഐഡന്റിഫൈ ചെയ്താൽ ആവശ്യമില്ലാത്ത എക്സ്പെൻസുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബൈ മോണിറ്ററിംഗ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസ് ദ ബഡ്ജറ്റ് ഹെൽപ്പ് അവോയ്ഡ് ഓവർ സ്പെൻഡിങ്. ഇൻകവും എക്സ്പെൻസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ധാരണ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്താണ്, ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എൻഷുർ ദാറ്റ് ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ യൂസ് വൈഡ്ലി. ഏറ്റവും വൈസ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സിനെ യൂസ് ചെയ്യാം. ദിസ് ട്രാക്കിംഗ് ലീഡ് ടു ബെറ്റർ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്യാൻ ഹെൽപ്പ് അച്ചീവ് എ സ്പെസിഫിക് ഗോൾ സച്ച് ആസ് സേവിങ്സ് ഫോർ എ ഹൗസ് ഓർ പേയിങ് ഓഫ് ഡെപ്റ്റ്. അപ്പൊ അങ്ങനെ സേവ് ചെയ്യുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് സ്ഥലങ്ങളിലോട്ട് യൂസ് ചെയ്യാനായിട്ട്, അല്ലെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ സാധിക്കും. സോ അപ്പം ഇതാണ് അതിനകത്ത് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ പേഴ്സണൽ ഫിനാൻസ്? പേഴ്സണൽ ഫിനാൻസിനകത്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ടു സ്പെക്കുലേറ്റ് സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് സ്പെക്കുലേറ്റ് ചെയ്യാം. ടു ഗ്രോ വെൽത്ത് ഓവർ എ ടൈം. വർഷങ്ങൾ കഴിയുന്നതോറും നമ്മുടെ വെൽത്ത് കൂടിക്കൊണ്ടിരിക്കും. ടു അവോയ്ഡ് എ പേയിങ് ടാക്സ്. ടാക്സ് കൊടുക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇൻക്രീസ് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്. ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. എന്തായിരിക്കും ആൻസർ? ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പേഴ്സണൽ ഫിനാൻസ്. പേഴ്സണൽ ഫിനാൻസിൽ ഇൻവെസ്റ്റിംഗ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? സോ ദ റൈറ്റ് ആൻസർ ഈസ് ടു ഗ്രോ വെൽത്ത് ഓവർ എ ടൈം. അല്ലെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോളുകൾ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ വെൽത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, നമ്മളൊരു 10 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ നിന്ന് ഇപ്പം ഒരു 10 വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും സൗകര്യങ്ങൾ വന്നു, നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ഥലം മേടിക്കുന്നു, വീട് വെക്കുന്നു, വാഹനം മേടിക്കുന്നു. നമ്മുടെ വെൽത്ത് എന്താണ്, ഓരോ വർഷം കഴിയുന്നതോറും നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ദ ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ദ ഗോൾ ബേസ്ഡ് പ്ലാനിങ്. അല്ലെ, ഗോൾഡ് ബേസ്ഡ് പ്ലാനിങ് നമ്മളെല്ലാം എന്താണ്, ഷോർട്ട് ടൈമിലോ മീഡിയം ടൈമിലോ ലോങ് ടൈമിലോ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ സ്പെസിഫിക് ആണ്. ദ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എനേബിൾ യു ടു സെറ്റ് എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗോൾ, വെദർ ഇറ്റ് ഈസ് സേവിങ്സ് ഫോർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ്, ഇപ്പോഴേ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വീട് മേടിക്കാൻ വേണ്ടി, ഒരു കുട്ടികളുടെ പഠനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് കാറ് മേടിക്കാൻ വേണ്ടി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോഴേ ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ. ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ, ടാക്സ് ബെനിഫിറ്റ്സ്, റെഗുലർ ഇൻകം, ദ എക്സ്പെർട്ട് മാനേജ്മെന്റ്. സോ ഈ ബെനിഫിറ്റുകളൊക്കെ എനിക്ക് എന്താണ്, എൻജോയ് ചെയ്തുകൊണ്ട് എന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരുന്നു? വെൽത്ത് ക്രിയേഷൻ പോസിബിൾ ആയിരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ദെൻ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ എന്താണ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.